ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2024 PSC ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, കേന്ദ്ര സർക്കാരിൻ്റെ കണ്ടൽക്കാട് സംരക്ഷണ പദ്ധതിയാണേത്? മിസ്റ്റ്, MISTH. മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ്. മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ 3 വിഭാഗങ്ങളായി തരംതിരിക്കുക എന്ന് പറഞ്ഞതാരാ? മോണ്ടെസ്ക്യൂ ആണ്. ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ 3 വിഭാഗങ്ങളായി തിരിക്കുക എന്ന് പറഞ്ഞത് മോണ്ടെസ്ക്യൂ ആണ്. കേരളത്തിലെ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയാവുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ജസ്റ്റിസ് സിരി ജഗൻ കമ്മിറ്റി. കേരളത്തിലെ തെരുവു നായകളുടെ ആക്രമണത്തിന് ഇരയാവുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ആര്? ജസ്റ്റിസ് സിരി ജഗൻ. ഗ്രാമപഞ്ചായത്തുകൾക്ക് നികുതികൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 243H. വില്ലുവണ്ടി യാത്ര നടന്ന വർഷം ഏതാ? വില്ലുവണ്ടി യാത്ര നടന്നത് 1893 സാധുജന പരിപാലന സംഘം 1907. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിൻ്റെ ജലലവണ സന്തുലിതാവസ്ഥ നിലനിർത്താനും രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും സഹായിക്കുന്ന ഹോർമോണാണ് ആൽഡോസ്റ്റിറോൺ. വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ഏത്? ഈസിനോഫിൽ. വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ഏത്? ഈസിനോഫിൽ. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതിയും വികസനവും സംബന്ധിച്ച ഐക്യരാഷ്ട്ര സമ്മേളനം എർത്ത് സമ്മിറ്റ് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന വർഷം 1992. ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്ന എൻഡോസ്കോപ്പ് എന്ന ഉപകരണം പ്രകാശത്തിൻ്റെ ഏത് പ്രതിഭാസമാണ് ഉപയോഗപ്പെടുത്തുന്നത്? എൻഡോസ്കോപ്പ് ഉപകരണം പ്രകാശത്തിൻ്റെ ഏത് പ്രതിഭാസത്തെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ പൂർണ്ണാന്തര പ്രതിപതനത്തെയാണ്. എർത്ത് റൈസ് പകർത്തിയ 2024 അന്തരിച്ച അപ്പോളോ 8 ചാന്ദ്രദൗത്യ സംഘാംഗമാണ് വില്യം ആൻഡേഴ്സ്. തുല്യ എണ്ണം കാർക്കുകളും ആൻറ്റി കാർക്കുകളും ചേർന്ന് നിർമ്മിതമായ ഹാഡ്രോണിക് സബ് അറ്റോമിക് കണിക ഏതാണ്? മൊസോൺ. IUPAC സ്ഥാപിതമായ വർഷം 1919 IUPAC സ്ഥാപിതമായത്. ഓൾ വി ഇമാജിൻ ആസ് എ ലൈറ്റ് എന്ന സിനിമയുടെ സംവിധായക ആരാ? പായൽ ഖബാഡിയയാണ്. ഓൾ വി ഇമാജിൻ ആസ് എ ലൈറ്റ് എന്ന സിനിമയുടെ സംവിധായക പായൽ ഖബാഡിയ. ഖേൽ രത്ന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോളർ ആരാ? സുനിൽ ഛേത്രിയാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കുറച്ച് പ്രസ്താവന രീതിയിൽ ചോദിച്ച ചോദ്യങ്ങൾ, അതിൻ്റെ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തിട്ടുള്ളതാണിത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിൽ ലോഡ് ചെയ്യുന്ന ആദ്യത്തെ പ്രോഗ്രാമാണ് ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിൽ ലോഡ് ചെയ്യുന്ന ആദ്യത്തെ പ്രോഗ്രാമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ സിസ്റ്റം ഷട്ട് ഡൗൺ ആകുന്നത് വരെ മെമ്മറിയിൽ വസിക്കുന്നു. കാർബൺ പകർപ്പുകൾ നിർമ്മിക്കുവാൻ കഴിയുന്ന പ്രിൻ്റർ ഏതാ? ഡോട്ട് മെട്രിക് പ്രിൻ്ററാണ്. ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് അടുത്തിടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുന്നറിയിപ്പ് നൽകിയ ഡാം എന്നത് എന്താണ്? മാൾവെയറാണ്. ഏത് കമ്പനിയാണ് വാട്സൺ AI ആരംഭിച്ചത്? IBM. ഏത് കമ്പനിയാണ് വാട്സൺ AI ആരംഭിച്ചത്? IBM. വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പുകൾ പ്രകാരമാണ് കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിച്ചിരിക്കുന്നത്? സെക്ഷൻ 12ഉം 15ഉം പ്രകാരമാണ് കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിച്ചിരിക്കുന്നത്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഗ്രേഡിങ്ങും
മാർക്കിങ്ങും നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര നിയമനിർമ്മാണം ഏതാ? അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ഗ്രേസിംഗ് ആൻഡ് മാർക്കിംഗ് ആക്ട് 1937. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഗ്രേഡിങ്ങും മാർക്കിങ്ങും നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര നിയമനിർമ്മാണം ഏതാണെന്ന് ചോദിച്ചാൽ അഗ്രികൾച്ചറൽ ആക്ട് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ആക്ട് 1937, അല്ലെങ്കിൽ ഇതിനെ തന്നെ ഗ്രേസിംഗ് ആൻഡ് മാർക്കിംഗ് ആക്ട് എന്നും പറയുന്നു. അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം, വേദാതിനാഥ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രശസ്തമായ കുറച്ച് പ്രസിദ്ധീകരണങ്ങളാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം, വേദാധികാര നിരൂപണം, അരുൾനൂൽ. ക്യാപ്റ്റൻ ഡിലനോയി കുളച്ചിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇൻ മെമ്മോറിയം എന്ന പേരിൽ പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാ? ജോസഫ് നെയിൽ പാറ്റൺ. ഇൻ മെമ്മോറിയൽ എന്ന പേരിൽ പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാ? ജോസഫ് നെയിൽ പാറ്റൺ. ഹോം റൂൾ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ആരൊക്കെയാണ്? ആനി ബസന്റ്, ലോക്മാന്യ തിലക്, എസ് സുബ്രഹ്മണ്യ അയ്യർ. ഓക്കെ, താങ്ക് യു.